Next, I welcome the Secretary of School Days, Mr. Shafi Parambil, who worked relentlessly to make this day a great occasion. Please welcome Mr. Shafi Parambil to have his great word and note of thanks. Give him a great applause. 30 വർഷക്കാലമായി ഈ കലാലയത്തിന്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ബഹുമാന്യനായ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഓലപ്പുരയിൽ നിന്ന് ISO സർട്ടിഫിക്കേഷൻ വരെയുള്ള കാലയളവിൽ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞോ, വിദ്യാഭ്യാസപരമായും കായികപരമായും കലാപരമായും പാഠ്യേതര വിഷയങ്ങളിലുമെല്ലാം ഔന്നത്യത്തിന്റെ പടികൾ കയറിയിറങ്ങുമ്പോഴും പതിറ്റാണ്ടുകളോളം ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു പുനഃസമാപനത്തിന് വേദി ഉണ്ടായിരുന്നില്ല എന്ന വിഷമം ഈ ഡിസംബർ 27 സായാഹ്നം ഇവിടെ വരുമ്പോഴേക്കും നാം എല്ലാവരും ഒറ്റക്കെട്ടായി സ്കൂളിന് വേണ്ടിയും നമുക്ക് വേണ്ടിയും വരുന്ന തലമുറകൾക്ക് വേണ്ടിയും അത് തീർത്തുന്നതിൽ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണെന്ന് ഈ കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ, ഈ സംഘടനയുടെയും ഈ യോഗത്തിന്റെയും അധ്യക്ഷനായ 1997 ബാച്ചിലെ നമ്മുടെ ആദ്യ +2 ബാച്ചിലെ വിദ്യാർത്ഥിയും ആദ്യ സ്കൂൾ ക്യാപ്റ്റനും നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റുമായ ശ്രീ നാസർ, വേദിയിലെ ഏറ്റവും ബഹുമാന്യരായ KSBA തങ്ങൾ, തോമസ് കെ ജോസഫ് സാർ, മുഹമ്മദ് സാർ, KV മാത്യു സാർ, നമുക്ക് ഏറ്റവും പ്രോത്സാഹനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ആശാ മാഡം, അതുപോലെ തന്നെ സ്നേഹം കൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ശ്രീലേഖ മിസ്, സർവോപരി ഈ ഒരു സമാഗമത്തിന് വേണ്ടി എത്രയോ ദിവസങ്ങളായി വർഷങ്ങളായി കാത്തിരുന്ന് മറ്റെല്ലാ തിരക്കുകളും മറ്റെല്ലാ പ്രാരാബ്ദങ്ങളും മാറ്റിവെച്ച് ഇന്നിവിടെ എത്തിച്ചേരാൻ സന്മനസ് കാണിച്ചിട്ടുള്ള സ്കൂൾ ഡേയ്സിന്റെ ആദ്യത്തെ ഔദ്യോഗിക മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഏറ്റവും സ്നേഹനിധികളായ എന്റെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച പ്രാസംഗികരെല്ലാം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു അലുമിനി അസോസിയേഷന്റെ പ്രസക്തിയെ പറ്റിയും ഈ വേദി പങ്കിടുമ്പോൾ നാം അനുഭവിക്കുന്ന സന്തോഷത്തെ പറ്റിയും ഇനിയും വാക്കുകൾ കൊണ്ട് വർണ്ണിച്ച് അതിനെ വഷളാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രത്തോളം എഫേർട്ട് ഇതിന്റെ പുറകിലുണ്ടെന്ന വസ്തുത മാത്രം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു അലുമിനി അസോസിയേഷന് വേണ്ടിയുള്ള കൊതിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ഒരു ദിവസം ആശാമിസിന്റെ ഫോൺ ഞങ്ങളുടെ മൊബൈലുകളിലേക്ക് വരുന്നത്. സ്കൂളിന്റെ ഒരു അലുമിനി അസോസിയേഷൻ ഉണ്ടാക്കണം, അതിന്റെ ഒരു ആലോചനാ യോഗം സ്കൂളിൽ വെച്ച് ഒരു പ്രത്യേക തീയതിയിൽ നടക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പട്ടാമ്പിയിൽ അവൈലബിൾ ആയ ആളുകളെ വെച്ചൊരു കമ്മിറ്റി കൂടുകയും നാം ആദ്യം ഒരു ഡേറ്റ് തീരുമാനിക്കുകയും പ്രിയങ്കരനായ രാജീവിന്റെ വേർപാട് കാരണം ആ ഡേറ്റ് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. 1997 മുതൽ 2008 വരെയുള്ള ബാച്ചിലെ പരമാവധി അഡ്രസ്സുകൾ സ്കൂളിൽ നിന്ന് തന്നെ നമ്മൾ കളക്ട് ചെയ്തു. അതുപോലെ തന്നെ പരമാവധി ആളുകളെ ഫോൺ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഓരോ ബാച്ചിലും റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുത്ത് അവർ വഴി ഇതിന്റെ പ്രചരണം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചു. നമ്മെ മുൻകാലങ്ങളിൽ പഠിപ്പിച്ച അധ്യാപകരെ ഇവിടെ എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചു. അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ 3 പതിറ്റാണ്ട് കാലം സ്കൂളിന്റെ ഓരോ ശ്വാസത്തിലും സ്കൂളിന്റെ ഭാഗഭാക്കായിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ചേച്ചിമാരെ ഇവിടെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ കാലങ്ങളോളം നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ആശാമിസ് പറഞ്ഞതുപോലെ നമ്മളെ ഒരു വിദ്യാർത്ഥി, ഒരു പേഴ്സൺ എന്ന രീതിയിൽ നമ്മുടെ വളർച്ചയ്ക്ക് താങ്ങും തണലുമായി നിന്ന പ്രിൻസിപ്പൽമാർ, മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ എല്ലാവരെയും എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. പൂർണ്ണമെന്ന് അവകാശപ്പെടുന്നില്ലെങ്കിലും ഇനിയും അറിയപ്പെടാത്ത ഒരുപാട് ആളുകൾ ഇത്തരം വേദികളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതൊരു തുടക്കമെന്ന നിലക്ക് നമ്മുടെ പക്കൽ സംഭവിച്ച തെറ്റുകൾ അവർ പുറത്തു തരുമെന്നും അടുത്ത വർഷം ഈ ഒരു സംഗമം നടത്തുമ്പോൾ ഈ ഹാളിനും ഇതിന് താഴെയുള്ള ഹാളിനും താങ്ങാൻ കഴിയാത്ത വിധം MESൽ ആരെങ്കിലും പഠിച്ച് ജീവനോടെ ഇരിപ്പുണ്ടോ അവരെ മുഴുവൻ ഇവിടെ എത്തിക്കുന്നതുവരെയുള്ള പരിശ്രമം നാം എല്ലാവരും ഒറ്റക്കെട്ടായി നടത്തുമെന്ന ഒരു പ്രതിജ്ഞ എടുക്കണമെന്ന് മാത്രം നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്നിലെ കർത്തവ്യം നന്ദിയുടെ പ്രകാശനമാണ്. അതിനു മുമ്പേ വാക്കുകൾ കൊണ്ടും സമ്മാനങ്ങൾ കൊണ്ടും മനസ്സിന്റെ ഹൃദയത്തിന്റെ ആവിഷ്കാരങ്ങൾ കൊണ്ടും നന്ദി പറയാൻ കഴിയാത്തത്ര നമ്മുടെ സ്കൂളിനോടും നമ്മളോടും അടരാൻ വയ്യാത്ത വിധത്തിൽ, വേർപ്പെടാൻ കഴിയാത്ത വിധത്തിൽ നമ്മളോട് ഒട്ടിച്ചേർന്ന് കിടന്ന 3 പതിറ്റാണ്ട് കാലം നമ്മുടെ താങ്ങും തണലുമായി, എന്തിനധികം ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല,
പണ്ട് LKG ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വരാന്തയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കാക്ക എടുത്തു കൊണ്ടുപോകുന്നത് വരെ തടയാൻ വടിയുമായി നിന്ന ചേച്ചിമാരുടെ ചിത്രം മനസ്സിന്റെ അവസാന ശ്വാസം വരെ ശരീരത്തിൽ തിങ്ങി നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവരെ എങ്ങനെ ആദരിക്കണമെന്നോ അവരെ എങ്ങനെ നന്ദി പറയണമെന്നോ നമുക്കറിയില്ല. മാതൃതുല്യം എന്ന് ഞാൻ പറയുന്നില്ല, മാതാവിനെ പോലെ എന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ഞങ്ങളുടെ സ്വന്തം മാതാക്കളെ, ഞങ്ങളുടെ അമ്മമാരെ, ഞങ്ങളുടെ ചിന്ന ചേച്ചിയെയും ഞങ്ങളുടെ മാളു ചേച്ചിയെയും ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വീകരിക്കുന്നു. പ്ലീസ്. കഥ പറയാം ഉണ്ണികളെ, ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, എങ്ങോ പിറന്നു പണ്ടിളം മൂളം കൂട്ടിൽ. ഉണ്ണികളെ, ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. മഞ്ഞും മണിത്തെന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും, വേനൽ കുരുന്നിന്റെ തൂവല തൂവാലകൾ തുന്നിയും, പാടാത്ത പാട്ടിന്റെ ഈണങ്ങളെ. എങ്ങനെ നന്ദി പറയണമെന്നോ എന്ത് നൽകണമെന്നോ എന്തവർക്ക് നന്ദിയായി കൊടുത്താൽ പര്യാപ്തമാവുമെന്നോ നമുക്കാർക്കും അറിയാൻ കഴിയുന്നില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സങ്കടം കൊണ്ടല്ല, മറിച്ച് അവർ പിച്ച വെപ്പിക്കാൻ പഠിപ്പിച്ച, അവർ ഭക്ഷണം വാരിക്കൊടുത്ത, അവർ വൃത്തിയാക്കി കൊടുത്ത, അവർ വീട്ടിൽ കൊണ്ടുവിട്ട, അവർ ബാഗ് അടക്കി വെച്ചു കൊടുത്ത, അവർ മറന്നുവെച്ച കുടകൾ തിരിച്ചു കൊടുത്ത, അവർ കഴുകാൻ മറന്ന ചോറ്റുപാത്രങ്ങൾ കഴുകിക്കൊടുത്ത, അവർ എടുക്കാൻ കൊണ്ടുപോകാൻ മറന്ന ചോറ്റുപാത്രങ്ങളെ അടുത്ത ദിവസം വരുമ്പോൾ സൂക്ഷ്മതയോടെ എടുത്തുവെച്ച് അവരുടെ വീടുകളിലേക്ക് കൊടുത്തയച്ച ഞങ്ങളുടെ അമ്മമാർക്കുള്ള കടപ്പാട് വാക്കുകൊണ്ടും സമ്മാനങ്ങൾ കൊണ്ടും കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. എങ്കിലും ഈ വേദിയിൽ ഇവിടെ ആദരിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് വിട്ടുവീണുന്ന 2 നെറ്റ് കണ്ണുനീരാണ് ഞങ്ങളുടെ സ്നേഹമെന്നും ഞങ്ങൾ കൊടുക്കുന്ന സമ്മാനമെന്നും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അവരെ നമ്മൾ ആദരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള അറിവില്ലായ്മയിൽ കൂടിയാണെങ്കിൽ പോലും നമ്മുടെ ഈ രജിസ്ട്രേഷൻ ഫീസിൽ നിന്ന് മാറ്റിവെച്ച ഒരു തുക എത്രയെന്ന് വെളിപ്പെടുത്താൻ കഴിയുന്നില്ല. എത്രയെന്ന് വെളിപ്പെടുത്തിയാലും അത് തികയാതെ വരുമെന്ന് നമുക്കറിയാം. എങ്കിലും നമുക്ക് നാരങ്ങാമിഠായിയും നമുക്ക് പ്രിൻസിപ്പൽ കാണാതെ പുളിയച്ചാറും വാങ്ങി തന്നിരുന്ന ആ ചേച്ചിമാർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് ഉപകരിക്കുമെങ്കിൽ അതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് കൊടുക്കുന്നതിന് വേണ്ടി 1978 ആദ്യ ബാച്ചിൽ നമ്മുടെ വിദ്യാർത്ഥിയായിരുന്ന, ഇന്നും സ്കൂളിന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ കാണിക്കുന്ന പ്രിയങ്കരനായ ശ്രീ ജാബിർ മൂസ അവറുകൾ, അതുപോലെ തന്നെ 1997 ബാച്ചിൽ ആദ്യം പാസ് ഔട്ടായ +2 ബാച്ചിൽ നിന്ന് നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ നാസർ എന്നിവരെ അവർക്ക് ഈ തുക കൈമാറുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇനിയൊരിക്കലും പിരിയില്ല ഞങ്ങൾ, ചെറുമണിക്കനവു കൊണ്ടൊരു തുള്ളി വെളിച്ചം കൊണ്ടിവരുടെ കരകൂട്ടിനുള്ളിൽ ഞങ്ങളായിരമൂഞ്ഞാലുതീക്കും മലക്കിളിയിണ